രസനേ പിബരേ രാമരസം. ജീവിത വിഘ്നങ്ങൾ തീർത്ത് നമ്മെ കാത്തുപരിപാലിക്കുന്ന ശ്രീ ഗണപതി ഭഗവാൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞമരുന്ന ദൈവീക സന്നിധി കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. കൊല്ലം നഗരത്തിൽ നിന്നും ഏകദേശം 27 കിലോമീറ്റർ അകലെയായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായ ഗണപതിയുടെ പേരിലാണ് ക്ഷേത്രം പ്രശസ്തമായി തീർന്നിരിക്കുന്നത്. നിരവധി ദൈവീക ചൈതന്യങ്ങൾ കൂടിയിരിക്കുന്ന ഒരു ദേവസംഗമ ഭൂമിയാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇവിടെ തൊഴുതുമടങ്ങുന്ന ഓരോ ഭക്തഹൃദയങ്ങളിലും നിറയുന്ന അനുഗ്രഹവർഷം അനിർവചനീയമാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിക്കേണ്ടി വന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയുടെയും സഹോദരന്മാരുടെയും സീതാദേവിയുടെയും കഥയാണ് രാമായണം. രാമായണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളും കഥകളും പാട്ടുകളും കേൾക്കുന്നതും പറയുന്നതും മഹത്തായൊരു പുണ്യമായി കരുതപ്പെടുന്നു. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശ്ശൂർ പ്രാദേശിക സഭ യുവവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പിബരേ രാമരസം എന്ന പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ പുഷ്പക സേവാ സംഘം തൃശ്ശൂർ പ്രാദേശിക സഭ യുവവേദിയുടെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായ രാമായണ പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യമേ നന്ദി പ്രകാശിപ്പിക്കുന്നു. മനുഷ്യരായി പിറന്ന നാം ഓരോരുത്തരുടെയും പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. മോക്ഷത്തിലേക്ക് ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം എന്നിങ്ങനെ പല വഴികളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പവും സുരക്ഷിതവുമാണ് ഭക്തിമാർഗം. ഭക്തിമാർഗത്തിൽ ചരിച്ച ധാരാളം പേരെ നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റും കാണാം. നാരദനും ഹനുമാനുമൊക്കെയാണ് ഇതിൽ പ്രമുഖർ. ഭക്തി പലതരത്തിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. പ്രണയമായി, സൗഹൃദമായി, ദാസ്യമായി എല്ലാം. ദാസ്യഭക്തിയുടെ ഉദാഹരണമാണ് ഹനുമാൻ. ഭഗവാനിൽ തന്നെ മുഴുവനായി അർപ്പിച്ച് സ്വാമിയുടെ ദാസനായി ജീവിക്കുക, ഇതാണ് ദാസ്യഭക്തി. രാമഭക്തിയിലൂടെ സ്വയം ശൂന്യനായി തീർന്ന ഹനുമാൻ അതിലൂടെ സകലതും നേടിയെടുക്കുന്നു. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളായ ഹനുമാൻ ശിവൻ്റെ 11ാമത്തെ രുദ്ര അവതാരമാണ്. ആഞ്ജന എന്ന വാനര സ്ത്രീയാണ് ഹനുമാന്റെ മാതാവ്. അതുകൊണ്ടാണ് ആഞ്ജനേയൻ എന്ന പേര് ലഭിച്ചത്. ബൃഹസ്പതി മഹർഷിയുടെ ശാപത്താൽ വാനര സ്ത്രീ ആവേണ്ടി വന്ന അപ്സരസായിരുന്നു അഞ്ജന. ശിവന്റെ അവതാരത്തിന് ജന്മം നൽകിയാൽ മാത്രമേ ശാപമോക്ഷം ലഭിക്കൂ. അതിനുവേണ്ടി ഭർത്താവ് കേസരിയോടൊത്ത് ആഞ്ജന തപസ് ചെയ്തു. ശിവൻ പ്രീതനായി ഹനുമാനായി അവതരിച്ചു. ഹനുമാന്റെ ജനനത്തോടെ ആഞ്ജനയ്ക്ക് മോക്ഷം കിട്ടി. വായുപുത്രനായും ഹനുമാൻ അറിയപ്പെടുന്നു. അങ്ങനെ മാരുതി എന്ന പേര് ലഭിച്ചു. വായുദേവന്റെ അനുഗ്രഹത്താൽ ഹനുമാന് എത്ര ഉയരത്തിലും എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ചാടാനുള്ള കഴിവ് ലഭിച്ചു. ഒരിക്കൽ ഒരു ചുവന്ന പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് സൂര്യഭഗവാന് നേരെ ചാടിയ ഹനുമാനെ ഐരാവതത്തിൻ്റെ പുറത്തു വന്ന ദേവേന്ദ്രൻ തടഞ്ഞു. വിശന്നിരിക്കുന്ന ഹനുമാൻ ഐരാവതത്തെ പിടിച്ച് വിഴുങ്ങാൻ ശ്രമിച്ചു. ഇന്ദ്രൻ തൻ്റെ വജ്രായുധം പ്രയോഗിച്ചു.
വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടിയിൽ ഒരു മുറിവുണ്ടായി. ഹനുവിൽ അഥവാ താടിയിൽ മുറിവുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഹനുമാൻ എന്ന പേര് ലഭിച്ചു. അതിബുദ്ധിമാനും ബലവാനുമായ ഹനുമാൻ സൂര്യഭഗവാന്റെ ശിഷ്യത്വം സ്വീകരിച്ച് സകല വേദശാസ്ത്രാദികളിലും കലകളിലും ആയോധന മുറകളിലും പാണ്ഡിത്യം നേടി. പഠനത്തിന് ശേഷം എന്തെങ്കിലും ഗുരുദക്ഷിണ വാങ്ങണമെന്ന് ഹനുമാൻ നിർബന്ധിച്ചപ്പോൾ തൻ്റെ പുത്രനായ സുഗ്രീവനോടൊപ്പം അദ്ദേഹത്തെ സേവിച്ച് ജീവിക്കാൻ സൂര്യഭഗവാൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഹനുമാൻ സുഗ്രീവൻ്റെ കൂടെ എത്തുന്നത്. വാനര രാജാവായ സുഗ്രീവൻ്റെ സഹോദരനാണ് ബാലി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാലി സുഗ്രീവൻ്റെ ശത്രുവായി മാറി. അതിബലവാനായ ബാലിയുടെ ആക്രമണത്തെ ഭയന്ന് ഒരു ശാപം മൂലം ബാലിക്ക് കയറാൻ പറ്റാത്ത ഋഷ്യമൂകാചലം എന്ന പർവ്വതത്തിൽ സുഗ്രീവൻ അഭയം തേടി. ഹനുമാനോടൊപ്പം ഋഷ്യമൂകാചലത്തിൽ സുഗ്രീവൻ താമസിക്കുമ്പോഴാണ് രാമലക്ഷ്മണന്മാർ സീത അന്വേഷണത്തിനായി അവിടെ എത്തുന്നത്. രാമനെ കണ്ട മാത്രയിൽ ദിവ്യത്വം തിരിച്ചറിഞ്ഞ ഹനുമാൻ പിന്നീട് അങ്ങോട്ട് സ്വർഗാരോഹണം വരെ രാമദാസനായി രാമകാര്യം മാത്രം നിർവഹിച്ച് ജീവിച്ചു. ലക്ഷ്മണന്മാരെ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് ഹനുമാൻ സുഗ്രീവൻ്റെ അടുത്തെത്തിച്ചു. ഹനുമാന്റെ നിർദ്ദേശപ്രകാരം രാമനും സുഗ്രീവനും സഖ്യം ചെയ്തു. ബാലിയെ കൊന്ന് രാജ്യവും പദവികളും വീണ്ടെടുത്തു കൊടുക്കാമെന്ന് രാമനും സീത അന്വേഷണത്തിൽ സഹായിക്കാമെന്ന് സുഗ്രീവനും ശപഥം ചെയ്തു. ബാലിയെ വധിച്ച് ശ്രീരാമൻ സുഗ്രീവന് രാജ്യവും പദവികളും വീണ്ടെടുത്തു കൊടുത്തു. രാജ്യലബ്ധിയിൽ മനം മറന്ന സുഖലോലുപനായി കർത്തവ്യം മറന്ന സുഗ്രീവനെ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ് കർത്തവ്യ നിരതനാക്കുന്നത് ഹനുമാനാണ്. സുഗ്രീവൻ നാനാ ദിക്കിലേക്കും സീതാന്വേഷണത്തിനായി വാനരന്മാരെ പറഞ്ഞയച്ചു. ഹനുമാൻ അടക്കമുള്ള അത്യുന്നതന്മാരെ ദക്ഷിണ ദിക്കിലേക്ക് പറഞ്ഞയച്ചു. പോകുന്നതിന് മുമ്പായി ശ്രീരാമൻ ഹനുമാനെ അടുത്തു വിളിച്ച് രാമനാമം കൊത്തിയ ഒരു മോതിരം കൊടുത്ത് സീതയെ കാണുമ്പോൾ സംശയം തീർക്കാനായി ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞു. വിശ്വാസത്തിനായി ഒരു അടയാളവാക്യം കൂടി പറഞ്ഞു കൊടുത്തു. ഹനുമാനായിരിക്കും ലക്ഷ്യത്തിലെത്തുക എന്ന് ശ്രീരാമന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്ന് നിർണയം എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ചയച്ചു. ദക്ഷിണ ദിക്കിലേക്ക് പോയ വാനരന്മാർ ദക്ഷിണവാരിധിയുടെ സമീപത്തെത്തി. 100 യോജന വിസ്തൃതിയുള്ള സമുദ്രലംഘനം നടത്തി ലങ്കയിലെത്തുവാൻ ഹനുമാനല്ലാതെ മറ്റാരുമില്ലായിരുന്നു. സമുദ്രലംഘനത്തിൽ ഹനുമാന് പല വിഘ്നങ്ങളും നേരിട്ടു. സുരസ എന്ന നാഗജനനിയും നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന സിംഹികയും എതിരിടാൻ വന്നു. അതുപോലെ ഹിമവൽ പുത്രനായ മൈനാക പർവ്വതം അല്പനേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് നിർബന്ധിച്ചുകൊണ്ട് സൗഹൃദത്തിനും വന്നു. അലമലമി തരുതരുത് രാമകാര്യാർത്ഥമായാശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ. ഒരുവിധ പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ വേണം രാമകാര്യാർത്ഥമായി പോകുമ്പോൾ എന്ന് ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു. സമുദ്രലംഘനം ചെയ്ത് ലങ്കയിലെത്തിയ ഹനുമാൻ അവിടെ കാവൽ നിൽക്കുന്ന ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്തു. ലങ്ക മുഴുവൻ സീതയെ തിരഞ്ഞ് ഒടുവിൽ അശോകവനിയിൽ ശിംശപാ വൃക്ഷച്ചോട്ടിൽ ദീനയായും കൃശഗാത്രിയായും ഭർത്താവിനെ തന്നെ നനച്ചിരിക്കുന്ന സീതാദേവിയെ കണ്ടെത്തി അങ്കുലീയം കൊടുത്തു. വിശ്വാസത്തിനായി രാമൻ പറഞ്ഞ അടയാളവാക്യവും ചൊല്ലി. സീതയെ കണ്ടതിന് തെളിവായി ശ്രീരാമന് കൊടുക്കാനായി തൻ്റെ മുടിയിൽ ചൂടിയ ചൂടാമണി സീത ഹനുമാന് കൊടുത്തു. കൂടാതെ ഒരടയാളവാക്യവും പറഞ്ഞു കൊടുത്തു. പരപുരിയിൽ ഒരു നൃപതി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ ആ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം
നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോം അവൻ ഉത്തമൻ എന്ന് വിചാരിച്ച് രാവണനെ ഒന്ന് കണ്ട് തൻ്റെ വരവ് അറിയിക്കാം എന്ന ഉദ്ദേശത്തോടെ കണ്ണിൽ കണ്ടതെല്ലാം ഹനുമാൻ തച്ച് തകർത്തു. എതിരിടാൻ വന്ന രാക്ഷസന്മാരെ എല്ലാം കൊന്നൊടുക്കി. രാവണപുത്രനായ അക്ഷകുമാരനടക്കമുള്ള രാക്ഷസന്മാരെ വധിച്ചു. അവസാനം ഇന്ദ്രജിത്തിന് കീഴടങ്ങുന്നതായി ഭാവിച്ച് ബന്ധനസ്ഥനായി രാവണ സന്നിധിയിൽ എത്തി. രാവണന് നല്ലൊരു ഉപദേശവും നൽകി. അതിനുശേഷം വാലിൽ കൊളുത്തിയ തീയുമായി ലങ്കയെ ചുട്ടെരിച്ചു. തുടർന്ന് വീണ്ടും സമുദ്രലംഘനം നടത്തി രാമനെയും മറ്റുള്ളവരെയും സീതാവൃത്താന്തം അറിയിച്ചു. പിന്നീട് രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്ര സഞ്ചയമേറ്റ് രാമലക്ഷ്മണന്മാരും സുഗ്രീവനും അംഗദനുമടക്കം രാമസേനയിലെ മിക്കവരും തളർന്നു വീണപ്പോൾ രക്ഷകനായി തിരയുന്നതും മാരുതിയെ തന്നെ ആയിരുന്നു. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ ആദ്യം ബോധം വീണ ജാമ്പവാൻ ആദ്യം തിരയുന്നത് ഹനുമാനെയാണ്. അദ്ദേഹം വിഭീഷണനോട് പറയുന്നു, എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതാപുത്രൻ മരിച്ചുവെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതീനൊക്കുമേ. വിശല്യകരണി, സന്ധാനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി എന്നീ ഔഷധങ്ങൾ കൊണ്ടുവരാൻ ഹിമാലയത്തിലെത്തുന്ന ഹനുമാൻ ഈ സസ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാഞ്ഞ് പർവ്വതത്തെ തന്നെ പറിച്ച് ലങ്കയിലെത്തിച്ചു. മോഹാലസ്യത്തിൽപ്പെട്ട രാഘവന്മാർ അടക്കം എല്ലാവരെയും രക്ഷിച്ചു. ശ്രീരാമൻ്റെ സ്വർഗാരോഹണം വരെ ശ്രീരാമദാസനായി കൂടെ കൂടിയ ഹനുമാൻ ഇന്നും ചിരഞ്ജീവിയായി രാമനാമം മുഴങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും സന്നിഹിതനായി അനുഗ്രഹം ചൊരിയുന്നു. ഇത്രയും നേരം എൻ്റെ ഈ വാക്കുകൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ശ്രീരാമൻ സ്വാമിയുടെയും ഹനുമാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ് ശ്രീരാം. പിബരേ രാമരസം. ഹരി ശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നാൾ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം വിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോട് നടക്കൊണ്ടിതു ദൂതന്മാരും. സാകേതപുരിപ്പുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായ നായകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി. ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു വിശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ദിനാം വസിഷ്ഠനെ തതന്നു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിരു യഥായോഗ്യ മുർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ. സമ്മോദം വസിഷ്ഠനാമാചാര്യ പാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം. തൊഴുതു ശ്രീരാമപാദാംഭോജമനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും. തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം. വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു. ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും.
ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 പേർക്കും യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി രത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്തിയ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരിതുന്ദുഭിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനക മഹേന്ദ്രനും. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനം. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായ എഴുതപ്പോ ഏകദാ സീതാമധ്യേ കാണായി ജ്ഞാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനത്തുമൂലം. പുത്രിയായി വളർത്തുനാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം. എന്നോട് മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു. രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായതു തവ വേശ്മനി തൽക്കാരണത്താൽ സാദരം ശ്രീരാമന് കൊടുക്കമടിയാതെ. ഇത്തം നാരദനരുൾ അരുളിച്ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു. എന്നെ തോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാ. മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതും അൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയില്ലിതിന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപ്പലനേത്രൻ തന്നെ പ്രസാദത്താലിന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാഴു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യമേ സഫലമായി വന്നു മാനുഷ്യജന്മം ഗദ്യോദായുധ സഹസ്രോദ്യോതരൂപത്തോടും. ഗദ്യോതാനുയെ പിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം. ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജചരാണഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം. ത്വൽപാദാംബുജഗളിതാംബുബിന്ദുക്കൾ ധരിച്ചുൽപലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ടു സർവഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ടു സർപ്പുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജ സ്പൃഷ്ടികൊണ്ടഹല്യയും കിലക്ഷിത്തോടു വേറുപെട്ടു നിർമ്മലയായാൽ. എന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇതമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിയിടിനാൻ മഹാധനം. കരികളും 100,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000 പത്തിയും 1,300,000 ദാസികളും. വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിയിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും. സമ്മോദം കൊണ്ടു ദശരഥനും പുറപ്പെട്ടു
കൽമഷമകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗത്രിയായ പുത്രിക്കു പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു. വഴി പോലെ മായാമയനായ രാഘവൻ നിജ ധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകഭേരിതൂര്യഘോഷങ്ങളോടും ഋതുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടക്കകൾ ശൃംഗാര പരിപൂർണ വേഷങ്ങളോടും ആനതേർക്കുതിരകാലായ പടയോടും ആനന്ദമോടും പിതൃപാത്രഭാതാക്കളോടും കൗശിക വശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും വൃദ്ധ്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കാമറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശെ വിമാനങ്ങളും നിരങ്ങുതേ. സുനാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാല വട്ടങ്ങളോടും ചെങ്കാടിക്കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടും 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ഭാർഗവ ദർപ്പശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ. പിന്നീടവ ഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏഴുമേ പേടിക്കേണ്ട നല്ലതേ വന്നു കൂടു. ഭയവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധി സുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാഗവനെയും നിഭനിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ വടവാനലസമൻ ക്രുധനായി പരശുബാണാസനങ്ങളും കൊണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബന്ധസാധുസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹിമാം തപോനിധേ ആർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹിമാം ജമദഗ്നി പുത്രമാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണ തർപ്പണം ചേതനാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ കാൽത്തളിരിന തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാതരിയാതെ ബന്ധരോഷേണ വഹിനിജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാനാകമണ്ഡലം പോലെ ദിത്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ നിന്നാകിലോ നില്ലുന്നില്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ. ഇല്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവമാസാരം. ക്ഷത്രിയ കുലജാതനാക്കിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കൽ എന്നോട് യുദ്ധം ചെയ്യുവൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുകൊണ്ടില്ല സന്ദേഹമെന്നെനിക്കത് ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്ന തറിഞ്ഞിയിലെ ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിളച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്ന് കലങ്ങി മറഞ്ഞിതു എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടൊഴിഞ്ഞിതു താപസവരന്മാരും. പങ്ക്തി ചന്ദനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനേനും. ഉക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുധന പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലയും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയമവർക്കെന്തോന്നുള്ളതു തപോനിധേ. സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നെന്തിരുവഴി തിരുവുള്ളത്തിലേറുന്നിതു അനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അതിനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കലുത്ഭക്തികവിയും ചെയ്തേൻ ശാസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലലോതാനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല
ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല എന്തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാൻ ആ കിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേപരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാവന്ദിതൻ ദേവൻ മദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം വന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി എന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണാൻ വന്നു. കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടഞ്ഞു തുചിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട്. രഘുപതി മോദത്തോടരുളി ചെയ്തിടേണം ദയാനിധി. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നെ വേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരോടനന്തമതിനുത്തമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാവിരാമാനന്ദാത്മക വിഷ്ണു. ശ്രീരാമ രാമ രമണ രഘുപദേ. ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തെ. ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ. ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാനിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നിത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സു കൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ വിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സദനം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാതേ. സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ബാധാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ. ചലയും കർത്തവീര്യാർജുനനാം നിപ്രേന്ദനെ. വല്ലജാതിയുമവൻ മൽക്കലാംശജനല്ലോ. വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശമിരുപത്തൊന്നു പരിവൃത്തി. യുദ്ധയെ നിഗ്രഹിച്ചു കശ്യപന് ദാനം ചെയ്ത പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാവസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസന്യോനന്ദാശരഥി തന്നെയിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്ത എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസന്ധനെ സുതനല്ലോ നീ ജഗൽപതേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിരു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനേ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭഗവാൻ ജഗത് സാക്ഷിയായിടും. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തു തപസ്താഫലം വല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധനനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിങ്ങളുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞാനോദ്ഭവങ്ങളെല്ലാം ജന്മാധിഷ്ഠഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കിലല്ലോ പോറ്റി. നിർവികാരമാ പരിപൂർണനായിരിപ്പൊരു നിർവാണ പ്രദനല്ലോ നിന്തിരുവടി പറഞ്ഞാൽ പാർത്താൽ. വഹിനിയിൽ ധൂമം പോലെ വാരിയൽ നൂര പോലെ എന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസമൃതം ലോകമോർത്താൽ താവൽ പര്യന്തം അറിയാല്ല ഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതന്മാരാ മനുഷ്യർ മെല്ലെ മെല്ലെ. ത്വന്മായാരചിതമാം സംസാരപാരാവാരം തന്മുറ കരയേറുന്നേടുന്നതു കാലം കൊണ്ടേ. ത്വജ്ഞാന പരന്മാരാ മനുഷ്യജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരുവരങ്ങൾ നിന്നൻ പോടും വാക്യജ്ഞാനം
ഉൾക്കാമ്പിലുദിച്ചിടും തൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്ന് ആശുവേർപ്പെട്ടു ഭവചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടും തൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലല്ലോ. ജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽപദം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതെ ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദശാരഥേ നമസ്തേ സദാപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗദിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചെന്നാൻ. സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജഗന്മതിപുത്രനുമപ്പോൾ സദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുധേ. ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായ തത്വജ്ഞാനനായിടണം. വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായനുഗ്രഹിക്കണം. അങ്ങനെ തന്നെയെന്ന് രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൊപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൊക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നുതൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താനന്ദാശുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി തുര്യമായി രമിച്ചു വാണിയിടിനാൻ എല്ലാവരും. വൈകുണ്ഠപുരി തന്നെ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിയുമായ മാനുഷവേഷം കൈക്കൊണ്ട ആനന്ദം പൂണ്ടു വസിച്ചിടിനാനന്ദത്തിനും. കേകയനാരാധിപനാക്കിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെല്ലുവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നീടിനാരകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ച ദശരഥൻ സാകേതപുരി തന്നെ സുഖിച്ചു വാണിയിടിനാൻ. പാകശാസന നമലാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകനാഥാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടേ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലേ. പിബരേ രാമരസം നമസ്തേ. രാമായണ കഥ കേൾക്കാത്തവരായിട്ട് ആരല്ലേ ഉള്ളത്? എല്ലാവർക്കും ശ്രീരാമനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളെ പറ്റിയിട്ടും നല്ല അറിവുണ്ടായിരിക്കും. അദ്ദേഹത്തിന് 3 അനുജന്മാരുണ്ട്. അറിയോ ആരൊക്കെയാര്? ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരാണ് അവർ. അതിൽ നമുക്ക് ശത്രുഘ്നനെ പറ്റി കുറച്ച് അറിയാം. പണ്ട് അയോധ്യ ഭരിച്ചിരുന്ന മഹാരാജാവായിട്ടുള്ള ദശരഥന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടികളെ ലഭിക്കാനായിട്ട് അദ്ദേഹം ഒരു യാഗം നടത്തി. ആ യാഗത്തിൻ്റെ പേരാണ് പുത്രകാമേഷ്ടി യാഗം. അതിന് നേതൃത്വം വഹിച്ചത് ഋഷ്യശൃംഗൻ എന്ന ഒരു മഹർഷിയായിരുന്നു. അതിൽ നിന്ന് ലഭിച്ച പ്രസാദം തൻ്റെ പത്നിമാർക്കായിട്ട് വീതിക്കാനായിട്ട് ദശരഥ മഹാരാജാവിന് ഋഷ്യശൃംഗ മഹർഷി ആ ഒരു പ്രസാദം നൽകി. അപ്പോൾ അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ട്. കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരാണ് അവർ. ആ സമയത്ത് സുമിത്ര അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് പറ്റി? കൗസല്യയും കൈകേയും തങ്ങൾക്ക് ലഭിച്ച വിഹിതത്തിൽ നിന്ന് ഒരു പങ്ക് സുമിത്രയ്ക്കായി മാറ്റിവെച്ചു. അങ്ങനെ സുമിത്രയ്ക്ക് 2 പങ്ക് കിട്ടിയേ. ഇനി അവർക്ക് പുത്രന്മാരുണ്ടായി. ശത്രുഘ്നൻ ഇങ്ങനെ വളർന്നു വലുതാവുകയാണ്. അവൻ വളരെ
വളരെ മിടുക്കനും സമർത്ഥനുമായിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ്. യുദ്ധമുറകളെല്ലാം അഭ്യസിച്ച് കേമനായിട്ടുള്ളൊരു കുട്ടിയായിട്ട് ശത്രുഘ്നൻ വളരുന്നു. അദ്ദേഹം വിവാഹിതനായി. വിവാഹം കഴിച്ചത് ശ്രീരാമൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയുടെ ഒരു ബന്ധുവിനെയാണ്. പേര് ശ്രുതികീർത്തി. മഹാവിഷ്ണു ലോകത്തിൻ്റെ സംരക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രം ധർമ്മപരിപാലനത്തിനായി നിലകൊള്ളുന്നു. ഈ സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുഘ്നനും ധർമ്മപരിപാലനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കരുതുന്നത്. അയോധ്യ ഭരണത്തിന് മുമ്പ് അദ്ദേഹത്തിന് ശ്രീരാമന് വനവാസകാലം 14 വർഷം ലഭിച്ചിരുന്നു. അവിടെ 14 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നതിന് മുമ്പ് അത്രയും കാലം രാജ്യം ഭരിക്കാനായിട്ട് ഭരതനെയും ശത്രുഘ്നനെയുമാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. അപ്പോൾ അതൊക്കെ വിസമ്മതിച്ചുകൊണ്ട് അല്ല, അങ്ങ് തന്നെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ അവരെല്ലാം കുറേ കേണപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ മെതിയടി ചോദിക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ്റെ മെതിയടിയും ശിരസിലേറ്റിക്കൊണ്ട് ഭരതനും ശത്രുഘ്നനും രാജ്യത്തിലേക്ക് തന്നെ മടങ്ങി. ശ്രീരാമൻ്റെ മെതിയടി രാജ്യം ഭരിക്കുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഭരതനും ശത്രുഘ്നനും ആ ഒരു ഭരണ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. ശത്രുഘ്നൻ വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭരണം കാഴ്ചവെച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമൻ അങ്ങനെ വനവാസത്തിന് ശേഷം സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നു. സീതാദേവിക്ക് 2 കുട്ടികളുണ്ടായി. ലവനും കുശനും ഇരട്ട കുട്ടികളായിരുന്നു. അങ്ങനെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. ശത്രുഘ്നൻ അയോധ്യ രാജനായിട്ടുള്ള ശ്രീരാമൻ്റെ അശ്വമേധത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. അശ്വമേധത്തെ അഴിച്ചുവിട്ടപ്പോൾ അത് കുറേ രാജ്യങ്ങളെല്ലാം കീഴടക്കി. ലവകുശന്മാർ ഈ അശ്വമേധത്തെ പിടിച്ചു വെച്ചു. അങ്ങനെ ലവകുശന്മാർ പിടിച്ചു വെച്ചപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു യുദ്ധം വേണമല്ലോ. അങ്ങനെ ശത്രുഘ്നൻ ഇവരാരെന്നറിയാതെ ലവകുശന്മാരുമായിട്ട് ഒരു യുദ്ധം ചെയ്യുകയാണ്. പക്ഷേ ശത്രുഘ്നൻ വളരെ മോശമായതിൽ പരാജയപ്പെട്ടു. ഇനി ഹനുമാൻ അവിടെ എത്തി ലവകുശന്മാരെ തിരിച്ചറിയുകയും സീതാദേവിയെ വീണ്ടെടുക്കാനായിട്ട് ശ്രീരാമനെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ വളരെയധികം ഭംഗിയായിട്ട് വളരെ നല്ല ഒരു ശ്രീരാമ ഭക്തനും നല്ല സഹോദരനുമായിട്ട് ശത്രുഘ്നനെ നമുക്ക് കാണാം. പിബരേ രാമരസം രാമ 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 जानकी जाने रामा जानकी जाने कदन निदानं नाहं जाने मोक्ष कवाडं नाहं जाने जानकी जाने राम 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 जानकी जाने राम विषादकाले सदा त्वमेव भयान्धकारे प्रभात्वमेव विषादकाले सदा त्वमेव भयान्धकारे प्रभात्वमेव भवापि नौग त्वमेव देव भवापि नौग त्वमेव देव भजे भवन्तं रमापि रामा भजे
भवन्तं रमापि रामा जानकी जाने राम 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 जानकी जाने राम पिबरे रामरसम् पिबरे रामरसम् पिबरे रामरसं रसने पिबरे राम